തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ എന്താ അമ്മയേട്ടനും ദേഷ്യപ്പെട്ടതിലാണോ? ഏയ്, അതൊന്നും കാര്യാക്കണ്ടെന്നേ. കാര്യങ്ങളൊന്നും അവർക്കറിയാത്തോണ്ടല്ലേ. പക്ഷേ എല്ലാം അറിയാവുന്ന ഗൗരി ഓരോന്ന് ചെയ്തതോ എന്നെ വേണ്ടെന്ന് വെക്കാൻ വരെ തയ്യാറായില്ലേ? നന്ദിനി, പ്ലീസ്, അതൊന്നും ഇനി എന്നെ ഓർമ്മിപ്പിക്കില്ലേ. ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. പക്ഷേ എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല. നശിക്കുമായിരുന്നത് എന്റെ ജീവിതമായിരുന്നല്ലോ. പറ ഗൗരി, എന്തിനു വേണ്ടിയാ നീ ഇതൊക്കെ ചെയ്തത്? എന്നെ ചതിക്കാനായിരുന്നില്ലേ? ഇല്ല നന്ദിനി, ഒരിക്കലുമല്ല. ഒന്നും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. എന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. അമ്മയേട്ടനും ഒരുപാട് എതിർത്തു, കുറെ ഉപദേശിച്ചു, കുറെ ഭീഷണിപ്പെടുത്തി. വേണ്ടി വന്ന് നിന്നെ കൊന്നിട്ട് അവരങ്ങ് ചത്തളയുന്നവരെ പറഞ്ഞപ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഏട്ടന്റെ സ്വഭാവം അറിയാലോ, പറഞ്ഞാൽ അത് ചെയ്യാനും മടിക്കില്ല. അങ്ങനെ വല്ലതും സംഭവിച്ചു പോയാ ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? നിനക്കും നിന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞിനും ഒരാപത്തും വരാതിരിക്കാനാ എല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ മാറിയുന്നത്. കൺമുന്നിൽ നിന്ന് നീ വേദനിക്കുന്നത് കാണാൻ മനസ്സനുവദിച്ചില്ല. അതാ ഇതൊന്നും നേരത്തെ നിന്നോട് പറയാതിരുന്നത്. അന്ന് ഞാൻ അബോഷന്റെ കാര്യം പറഞ്ഞതും മനഃപൂർവ്വം നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചൊന്നും ആയിരുന്നില്ല. നിന്നെങ്കിലും എനിക്ക് വേണമായിരുന്നു. അല്ലാതെ നിനക്ക് തോന്നുന്നുണ്ടോ നന്ദിനി നിന്നെയും വേണ്ടാന്ന് വയ്ക്കുമെന്ന്? കഴിയും എനിക്കതിന്? നിന്നെ സ്നേഹിച്ചതുപോലെ ഈ ലോകത്ത് വേറെ ആരെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല. നീ തന്ന സ്നേഹത്തൊക്കെ വലുതായി വേറെ ഒന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല. ഗൗരി, സാരമില്ല, കരയണ്ട. തെറ്റുപറ്റിയത് എനിക്കാ. അത് ഞാൻ തിരുത്തിയില്ലേ? നിന്നെ കിട്ടില്ലെന്നോർത്ത് ഞാൻ വിഷമിച്ചെങ്കിലും ഇപ്പോ എനിക്ക് നിന്നെ കിട്ടിയില്ലേ? എനിക്ക് സന്തോഷമായി. ആ, അപ്പോ നീ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇങ്ങനെ കരഞ്ഞു പിഴിഞ്ഞ് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അലമ്പാക്കണോ? അല്ലാതെ തന്നെ വേറെ എന്തെല്ലാം കാര്യങ്ങൾ എടുക്കണോ? എന്തായാലും
പാല് കഴിച്ചുള്ള സാധാ ഫസ്റ്റ് നൈറ്റ് വേണ്ടെന്ന് വെച്ച് തന്നെയാ. നമുക്കൊരു വെറൈറ്റി ഒക്കെ വേണ്ടേ, നമ്മുടേതായ രീതിയിൽ. എന്തു പറയുന്നു? ഉം. അപ്പൊ പിന്നെ ചെറിയൊരു ഡോസ് മരുന്നിൽ തന്നെ അങ്ങ് തുടങ്ങാല്ലേ? എന്താ? ഉം. എടുക്കട്ടെ? എടുത്തോ. വെരി ഗുഡ്. നീ തന്നെയാടി എന്റെ യഥാർത്ഥ ഭാര്യ. ഒന്ന് നിന്നേ. എന്റെ നെഞ്ചിൽ അവസാനത്തെ ആണി ഓടിച്ച് നീ അങ്ങ് ജയിച്ചു എന്നാവും ഭാവം. അത് നിന്റെ തോന്നല, വെറും വ്യാമോഹം. നിന്നെ പോലൊരു പീറ പെണ്ണിന്റെ മുമ്പിൽ തോറ്റുകൊടുത്ത ചരിത്രമൊന്നും ഈ മോഹനേന്ദ്രനില്ല. എനിക്കെതിരെ ഒരു കരു നീ വെട്ടിയാൽ നിനക്കെതിരെ 4 കരു ഞാൻ വെട്ടും. അത് നിനക്ക് അറിയാഞ്ഞിട്ടാ. മനസ്സിലായില്ല. വെട്ടാനും തള്ളാനും എന്താ ഇപ്പൊ ഇവിടെ പ്രശ്നം? അറിയില്ല നിനക്കല്ലേ? എല്ലാം നിന്നെ അറിയിച്ചു തരാം. മാനം മര്യാദയ്ക്കാണെന്ന് എന്റെ അനിയനെ പറഞ്ഞു മയക്കി ട്രാപ്പിലാക്കിയില്ലേ നിന്റെ അലവലാതി അനിയത്തി. എന്നിട്ട് അവളെ അവന്റെ തലയിൽ വെച്ച് കെട്ടി. അതിന്റെ ദോഷം എന്താണെന്ന് അറിയിച്ചു തരാം നിന്നെ ഞാൻ. ഓ, അതാണോ കാര്യം? എന്ത് ദോഷം വന്നാലും അനുഭവിക്കാൻ ഞാൻ തയ്യാറാ മിസ്റ്റർ മോഹനചന്ദ്രൻ. പക്ഷേ ഈശ്വരനെ പോലും ചതിക്കാന്നുള്ള നിങ്ങളുടെ അഹങ്കാരം ഉണ്ടല്ലോ, അതൊന്ന് അവസാനിച്ചു കണ്ടാ മതി എനിക്ക്. പിന്നെ നിങ്ങൾ പറയുന്ന പോലൊരു അലവലാതി പെണ്ണിനെ നിങ്ങളുടെ അനിയന്റെ തലയിൽ കെട്ടിവച്ചെങ്കിൽ അതെ, നെറികെട്ട അവന്റെ കഴിവുകേടാ. നിർത്ത്. എന്ത് കണ്ടിട്ടാ നിന്റെ ഈ നെകളിപ്പ്? അതോ കണ്ണൊന്നു കാണിച്ചാൽ കാര്യം നടത്തി തരാൻ കഴിയുന്ന കാക്കിയിട്ട് ഒരുത്തൻ കൂടെ ഉണ്ടെന്നുള്ള അഹങ്കാരോ? എത്ര കടന്ന് തിളച്ചാലും നീ വെറൊരു പെണ്ണാ. അല്ലാതെ അവനെ വെച്ചോ അഴിഞ്ഞാടി നടന്നൊരു പെണ്ണൊരുത്തിയെ വെച്ചോ ഈ മോഹനേന്ദ്രന് വിലയിടാൻ മാത്രമൊന്നും നീ വളർന്നിട്ടില്ല. തിരിച്ചെനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാ. സ്വത്തും സ്വാധീനം ഉപയോഗിച്ച് ഈ കൃഷ്ണവേണിയെ വിലയിടാൻ മാത്രം നിങ്ങളും വളർന്നിട്ടില്ല. നിങ്ങൾ പറഞ്ഞല്ലോ വെറും ഒരു പെണ്ണാണെന്ന്. അതെ, പക്ഷെ അന്തസ്സും അഭിമാനമുള്ള പെണ്ണ്. ഓ, അത് തെളിയിച്ചല്ലോ നിന്റെ സ്വന്തക്കാരി അനിയത്തി. ആർക്കറിയാം ആരുടെ കുഞ്ഞാവളുടെ വയറ്റിൽ വളരുന്നെന്ന്. അവിടെ തന്നെ ഉണ്ടല്ലോ മൂത്ത മരുവാനൊരുത്തൻ. Shut your bloody mouth. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. ഇതുകൊണ്ടൊന്നും അവസാനിച്ചെന്ന് കരുതണ്ട നീ. പാഠങ്ങൾ ഓരോന്നായിട്ട് പഠിപ്പിക്കാനിരിക്കുന്നേ ഉള്ളൂ ഞാൻ. അതോടെ തുടങ്ങും നിന്റെ നാശവും. ഓർത്തോ? അപ്പോ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ, ഒരു തവണ കൂടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഏൽപ്പിച്ചു കൊടുത്ത് ഒരു കാര്യത്തിലും എഫിഷ്യന്റ് അല്ല. എന്നാ പിക്കപ്പ് ചെയ്യണമെന്നുണ്ടോ? അതുമില്ല. ഞാൻ അതൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ കൃഷ്ണവേണി. വെരി ഇന്റലിജന്റ് ആൻഡ് ക്ലെവർ. കം ടു മൈ ക്യാബിൻ. ഇദ്ദേഹമാണ് MRC, സാക്ഷാൽ മംഗലത്ത് വീട്ടിൽ രാമചന്ദ്ര മേനോൻ.
ആ എന്താ ശ്വേതമോളെ, നീ എന്താ ക്ലാസ്സിൽ പോയില്ലേ? ആണോ? പരീക്ഷ തീരുന്ന അന്ന് തന്നെ ഇങ്ങ് വന്നേക്കണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൊച്ചേട്ടൻ വിളിച്ച് പറഞ്ഞില്ലേ നിന്നോട്? ആ അങ്ങനെ ഒരു അബദ്ധം പറ്റി മോളെ. എന്തു ചെയ്യാനാ, നമ്മുടെ കഷ്ടകാലം, അല്ലാതെന്താ. ഓ അതിപ്പോ എന്ത് പറയാനാ, പട്ടിണി കിടന്ന പശു പച്ചപ്പുല്ല് കണ്ടാ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വരൂ. വല്ല ചേരിന്നോ തെരുവീന്നോ പിടിച്ചോണ്ട് വന്നിരുന്നെങ്കിൽ ഇതിലും ഭേദമായിരുന്നേനെ. ആ ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ടെന്താ, നിന്റെ കൊച്ചേട്ടൻ കാണിച്ച വിവരക്കേട്. എന്താ മോളെ? ഓ പിന്നെ ഭയങ്കര തറവാടിത്തല്ലേ. ഇതുപോലെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കണ ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ടാ തറവാട്ടില്, കല്യാണം കഴിഞ്ഞതും കഴിയാത്തതുമായിട്ട്. നിന്റെ കൊച്ചേട്ടൻ ഇനി എന്താണാവോ അവറ്റകളും കൂടെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നത്. പറയാൻ പറ്റില്ല മോളെ, അവൻ ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കുമെന്ന് നമ്മൾ വിചാരിച്ചതാണോ? ആ എന്തെങ്കിലും ആട്ടെ, പരീക്ഷ കഴിഞ്ഞാലുടൻ മോളിങ്ങ് വന്നേക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി മോളെ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഈ പേപ്പേഴ്സ് ഒന്ന് സൈൻ ചെയ്യണം. അതെ, ഉള്ള ദേഷ്യമൊന്നും ഇങ്ങനെ കുത്തിവരച്ച് തീർക്കണ്ട. ഞാൻ കേട്ടു MD-യുടെ ക്യാബിനിലെ പടക്കം പൊട്ടല്. എന്തായാലും നന്നായി. തൊട്ടേനും പിടിച്ചേനും എല്ലാം മേലുദ്യോഗസ്ഥൻ തെറി വിളിക്കുന്ന സുഖം സാറൊന്നും അറിയണമല്ലോ. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാ മതി. ഇവിടെ അങ്ങനെ പലതും നടക്കും, അതൊന്നും നീ അറിയണ്ട. ഞാൻ തെറിവിളി കേട്ടെങ്കിലേ അതെന്റെ അമ്മാവന്റെ വൈന്നാ, അല്ലാതെ. അമ്മാവനും മരുമോനും ഒക്കെ വീട്ടിലല്ലേ? ഇവിടെ MD-യും GM-ഉം. എന്തായാലും നിനക്കെന്താ? ദാറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. വെറും ഒരു നീർക്കോലി കടിക്കുമ്പോഴേക്കും അത്താഴം മുടക്കി പേടിച്ചിരിക്കുന്നവനല്ല ഈ മോഹനേന്ദ്രൻ. അറിയാം സർ. വടിയും വാളുമായി പുറകിലൊരു 4-5 കിങ്കരന്മാരെങ്കിലും നിപ്പുണ്ടെങ്കിലേ സാറിന് ഭയങ്കര ധൈര്യമാണെന്നറിയാം. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം. പറയ് ഗിൽബർട്ടേ, പറയ്. എന്താ ഇനി വേണ്ടത്? എന്നെ ജയിച്ച ആളാവാൻ നോക്കുന്ന അവളുടെ അഹങ്കാരത്തിന് എന്ത് സമ്മാനവും നമുക്ക് കൊടുക്കേണ്ടത്? എന്തിനും ഞാൻ തയ്യാറാ. ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ച് കൊല്ലണോ അതോ ഒറ്റയടിക്ക് തീർക്കണോ? വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിലല്ല കാര്യങ്ങളൊന്നും. പറഞ്ഞില്ലേ അമ്മാവൻ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങേരൊരു മാർഗതടസ്സമാ. കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാൻ തന്നെയാ കൈ പിടിച്ചവളെ ഓഫീസിലേക്ക് കയറ്റിയത്. പക്ഷേ അമ്മാവന്റെ വരവോടെ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. നമുക്ക് മുന്നേ അവള് കരുനീക്കി കഴിഞ്ഞു. അല്ലെങ്കിൽ അമ്മാവനെ ഇങ്ങനെ സ്വാധീനിക്കാൻ അവൾക്ക് കഴിയില്ലല്ലോ. നേരിട്ട് അവളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലേ കുറച്ച് വളഞ്ഞ വഴിയായാലോ? എത്ര ശ്രമിച്ചാലും പരിഹരിക്കാൻ പറ്റാത്ത കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തളർത്തണം അവളെ. ഗൗരിയെ വെച്ച് അതിനും നമ്മൾ ശ്രമിച്ചതല്ലേ. എന്നിട്ട് എന്തായി? വലതുകാല് വെച്ച് വീട്ടിൽ കയറി ഒരുത്തി പൊറുതി തുടങ്ങിയെന്ന് മിച്ചം. അവിടെയും ജയിച്ചതവളല്ലേ.
നമുക്കെതിരെ ഒരായുധം കൂടെ കിട്ടിയത് അവക്കല്ലേ? എന്താ ഗൗരിയുടെ പ്ലാൻ? അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ അവൻ പറയുന്നതല്ലാതെ കാര്യങ്ങളൊന്നും വിചാരിച്ച പോലെ അങ്ങ് നടക്കുന്നില്ല ഗിർബത്തെ. എന്തെങ്കിലും ചെയ്യാതെ അവളെ അവിടെ കൂടുതൽ വെച്ച് പൊറുപ്പിക്കുന്നത് അപകടമാണ്. അതെ, അത് ഞാൻ ആലോചിക്കാറുണ്ട്. ഞാനും നീയും തമ്മിലുള്ള ബിസിനസ്സും ബന്ധമൊക്കെ അമ്മാവന്റെ ചെവിയിലെത്താൻ വേണി ഒരൊറ്റ ഒരുത്തി വിചാരിച്ചാ മതി. അതോടെ തീരുമല്ല. അറിയാലോ, ഒരു അനുകമ്പയും കാണിക്കില്ല അമ്മാവൻ. ബന്ധത്തിന്റെ ഒരു പരിഗണന പോലും കിട്ടില്ല. എന്ന് കരുതി കൈയും കെട്ടി അടങ്ങിയിരിക്കണോ നമ്മള്? കഴിഞ്ഞതിന്റെ എല്ലാം കണക്ക് തീർക്കൽ മാത്രമല്ല ഇപ്പോഴത്തെ പ്രശ്നം. വേണി ഉള്ളിടത്തോളം നമ്മൾ ഭയക്കുന്ന എന്തായാലും സംഭവിച്ചിരിക്കും. അതിനവളെ അനുവദിക്കരുത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി. എന്തായാലും ഒരെടുത്തിയാട്ടം വേണ്ട. അല്പം സാവകാശം എടുത്താലും എല്ലാം വളരെ ശ്രദ്ധിച്ചേ ചെയ്യാവൂ. ഡെമോക്ലേസിന്റെ വാള് പോലെയാ തലയ്ക്ക് മീതെ ഇപ്പൊ അമ്മാവൻ. അതിപ്പോ ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. അറിയാലോ, ഞാനൊരു തീരുമാനം എടുത്തിട്ട് അതിൽ നിന്ന് പിന്മാറുക എന്നൊക്കെ പറഞ്ഞാ അതെനിക്കൊരു വലിയ മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിന് ചേച്ചി ഇവനോട് ചൂടായിട്ടൊന്നും ഒരു കാര്യമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ നിന്നെ എന്റെ അനിയനായിട്ടല്ല കണ്ടിരിക്കുന്നേ, സ്വന്തം മോനായിട്ടാ കണ്ടിരിക്കുന്നേ. മോഹനേക്കാൾ മൂത്തൊരു മോൻ. അങ്ങനെ മക്കൾ എനിക്ക് 4. മൂത്ത നിന്റെ വിവാഹം നടക്കാതെ ഇളയവനായി ഇവൻ കയറി കെട്ടിയെന്നറിഞ്ഞ വിഷമം തോന്നില്ലടാ എനിക്ക്. ജീവിച്ചിരുന്നെങ്കിൽ അമ്മ എത്ര സങ്കടപ്പെട്ടേനെ. അതൊക്കെ നീ എന്താ ആലോചിക്കാത്തെ? അതിനിപ്പോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ച ഞാനല്ലേ. വേണോന്ന് തോന്നിയിരുന്നെങ്കിൽ എനിക്ക് എന്നേ ആകാമായിരുന്നു. നിനക്കതിൽ വിഷമമൊന്നും ഇല്ലായിരിക്കും. പക്ഷേ ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കുമ്പോ എനിക്കത് വലിയ വിഷമം തന്നെയാ. ഇപ്പൊ ഗൗരി, ഇനി കുറച്ചു കഴിയുമ്പോ മോഹനും കെട്ടും. അപ്പോഴും നീ മാത്രം ഇങ്ങനെ. കെട്ടാത്തതിൽ അന്നും തോന്നില്ല എനിക്കൊരു വിഷമം. ലോകത്തിപ്പോ എല്ലാരും കല്യാണം കഴിച്ചിട്ടാണോ ജീവിക്കുന്നത്? എന്നെ പോലെ എത്രയോ പേരുണ്ട്. എന്നിട്ടെന്താ, അവരെല്ലാം വിഷാദിച്ച് സങ്കടപ്പെട്ടും ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിയിരിക്കുകയാണോ? മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയണ്ട. നീ നിന്റെ കാര്യം പറഞ്ഞാ മതി. എന്റെ കാര്യം ഞാൻ എന്നേ പറഞ്ഞതാ. വിവാഹം ആലോചിക്കേണ്ട പ്രായത്തില് ഞാനത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോ വിവാഹം ഇപ്പോഴും വേണ്ടെന്ന് തന്നെയാണോ അമ്മാവൻ പറയുന്നത്? നിനക്കെന്ത് പറ്റിയടാ ഗൗരി? അന്ന് തോന്നാത്തത് ഇന്ന് ഈ പ്രായത്തിൽ തോന്നൂടാ. ഇപ്പോഴല്ല, കുറച്ചുകൂടി കഴിയുമ്പോ തോന്നും എടുത്ത തീരുമാനം ഒരു തെറ്റായി പോയിന്ന്. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേച്ചി. ആ ഒരു ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാ അങ്ങനെ ഒരു തീരുമാനം എടുത്തതും അതിൽ തന്നെ ഉറച്ചു നിന്നതും. കുടുംബജീവിതത്തോടൊന്നും ഒരു താല്പര്യവും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ആ, എന്തോ അങ്ങനെയായിപ്പോയി. ബിസിനസ്, അതാണ് എൻ്റെ ലോകം. അവിടെ ഞാൻ എന്തിനും തയ്യാറാ. ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എടുത്ത തീരുമാനങ്ങൾ മാറ്റേണ്ടി വന്നാലും അതിനും ഞാൻ തയ്യാറായിരിക്കും. പക്ഷേ ജീവിതത്തിൽ, അതും വിവാഹക്കാര്യത്തിൽ, അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും തോന്നില്ല.